ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴം കൊണ്ട് ഒരു വെറൈറ്റി ആയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിവിടെ പഴം നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇനി ഈ നെയ്യ് നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ തേങ്ങ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉടച്ചു മാറ്റി വെച്ച ആ പഴം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാഷ് ഒന്ന് നെയ്യിൽ വറുത്തെടുത്തത് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ കട്ട്ലറ്റിനെല്ലാം ഷേപ്പ് ചെയ്തെടുക്കും പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയേ. ബാക്കിയുള്ള ആ പഴത്തിൻ്റെ കൂട്ടും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി, പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. ഇത് നമുക്ക് ഒരുപാട് കട്ടിയിലല്ല വേണ്ടത്, ഇതാ ഈ ഒരു ലൂസിലാണ് നമുക്ക് കലക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. ഞാനിവിടെ 5 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഈ മൈദ കലക്കിയെടുത്തതിലേക്ക് മുക്കിയെടുക്കണം. ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൈയൊന്നിടക്ക് വെള്ളത്തിൽ കുത്തിയെടുത്താൽ മതി. ഇതുപോലെ എല്ലാതും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഓരോന്നും നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകംഭാഗമൊന്നും നമുക്ക് വേവേണ്ട ആവശ്യമില്ല, നമ്മൾ വേവിച്ചെടുത്തതല്ലേ പഴം, അതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗം മാത്രം നമുക്ക് ക്രിസ്പിയായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒരു സൈഡ് റെഡിയായി കിട്ടുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.